ഇന്നലെ വൈകുന്നേരം വരാത്തവർക്കും ഇന്ന് രാവിലെ വൈകി വന്നവർക്കും മാത്രമല്ല, ഈ ഉൾക്കാഴ്ചകൾ പങ്കുവയ്ക്കുമ്പോഴാണ് മറ്റുള്ളവർക്കത് പൂർണ്ണമായി മനസ്സിലാകുന്നത്. എനിക്കിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തരുന്നത് പുതിയ നിയമമാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് പരിശുദ്ധാത്മാവ് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരികയും വചനം ഇപ്പോൾ ഇവിടെ പറഞ്ഞത് മുഴുവനും പാലിക്കുവാനുള്ള, അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്ക് കടന്നു വന്ന് നമ്മൾ എത്രത്തോളം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ അത്രത്തോളം അധ്യാപകനായി നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ജ്ഞാനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വഴി നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ആ ആത്മാവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് തരുന്നു. ആ വിശ്വാസത്തിലൂടെ കടന്നു പോകാനായി ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. അടുത്ത വരാൻ യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. ഇന്ന് തോമസ് പോൾ ബ്രദർ പറയുകയുണ്ടായി, നമ്മളെല്ലാം ഇപ്പോഴും പഴയ മനുഷ്യരെ പോലിരിക്കുകയാണ്. പഴയതാണ് നമ്മൾ പാലിക്കുന്നത്, പുതിയ നിയമങ്ങളല്ല പുതിയതാണ് നല്ലത് അല്ലെങ്കിൽ പഴയതാണ് കൊള്ളാത്ത എന്ന രീതിയിലാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ആരെങ്കിലും കുറ്റം പറയുകയോ വിധിക്കുകയോ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ചിന്തിക്കുക അവർക്കെതിരെ പ്രതികരിക്കണം, പ്രതികാര ചിന്തയാണ് നമ്മളിലുള്ളത്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രതികാര ചിന്ത നമ്മളിൽ നിന്ന് വിട്ടുപോവുകയാണ്. നമ്മൾ അവിടെയെല്ലാം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാനാണ് ഈശോ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ നമ്മൾക്കൊന്നുമില്ല. നമ്മൾ എത്ര പാപികളാണെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു നമ്മുടെ പാപമൊക്കെ ഈശോ എടുത്തു മാറ്റി നമ്മളെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറച്ചുകൊണ്ട് നമ്മൾ കൃപകളും ദാനങ്ങളും വരങ്ങളും തരുന്നു എന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമ്മൾ ഓരോ മക്കളും ഇപ്പം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്നത് കർത്താവായ യേശു വന്നതിന് ശേഷം നമ്മളിൽ ഉള്ള ഫരീസ്യരെ, അപ്പോൾ എനിക്ക് കൂടുതൽ എന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഓരോ മക്കളിലും ഫരീസ്യരിപ്പുണ്ട്. ആ ഫരീസ്യരെ നമ്മൾക്ക് വിട്ടുകളയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറ്റം നമ്മുടെ കരടിലെ കണ്ണ് കണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ കരടെടുക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നോക്കേണ്ടത് നമ്മുടെ കരടിലെ കണ്ണ് കളയണം, മറ്റുള്ളവരുടെ കരടെടുക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മളുള്ള ഫരീസ്യരെ കളയണം. നമ്മൾ എത്ര പാപികളാണോ അതേപോലെ തന്നെയാണ് നമ്മൾ ശത്രുക്കളെയും നമ്മൾ സ്നേഹിക്കേണ്ടത്. അപ്പോൾ ഈശോ ഇതിനെല്ലാത്തിനും ഉത്തരമായിട്ടൊന്ന് പറയുകയാണ്. പുതിയ നിയമവും പഴയ നിയമവും എല്ലാം എടുത്തുകൊണ്ട് ഒരു ഒറ്റ കാര്യം പറയുകയാണ്. നിങ്ങൾക്ക് എതിരെ എത്ര ശത്രുക്കൾ വന്നാലും, എന്ത് പീഡനങ്ങൾ വന്നാലും, എന്തെങ്കിലും വന്നാലും, ഏതൊക്കെ മോശം നിയമിച്ച ഏതൊക്കെ പ്രമാണങ്ങൾ ഉണ്ടായാലും അതിലെല്ലാം ഒന്ന് മാത്രമാണ് സംഗ്രഹിക്കുന്നത്, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കാൻ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഉൾക്കൊള്ളാൻ സാധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും പരസ്പരം സ്നേഹിക്കാം, ശത്രുത വേണ്ട, ആരെയും വിധിക്കേണ്ട, നമ്മൾ ആരും ഫരീസ്യരാകരുത്. നമ്മൾക്കെല്ലാം യേശുക്രിസ്തുവിനെ പോലെ നീതിയോട് ജീവിക്കാനുള്ള ഒരു കൃപ തരണമേ. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയണമേ. ദാനങ്ങളും വരങ്ങളും കൃപകളും തരണമേ. ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ എന്നതിനു വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ബ്രദറിനോട് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. സഹോദരന്മാരാരെങ്കിലും വരിക? ചെറിയ ക്ലാസ് മുമ്പോട്ടുമ്പോൾ വ്യക്തമായ ഒരുപാട് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഉടമ്പടി, പഴയ നമ്മൾ പോലും ചിന്തിച്ചിരുന്ന പഴയ സുവിശേഷത്തിൽ പ്രാരംഭമാണ്. എങ്കിൽ പോലും
സുവിശേഷം എന്നോടുകൂടി അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അതൊരു ഉടമ്പടിയാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉപയോഗിച്ചുകൊണ്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് സുവിശേഷം പുതിയ തന്നെയാണ് സുവിശേഷം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വചനം നമ്മൾ ഗ്രഹിക്കുമ്പോൾ പഴയ വീഞ്ഞ് എപ്പോഴും പഴയ പോക്കുകളിൽ ഒഴിച്ചു വയ്ക്കുന്നു, പുതിയ വീഞ്ഞ് പുതിയ പോക്കുകളിലാണ് ഒഴിച്ചു വയ്ക്കുന്നത്. മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും വചനം ഗ്രഹിക്കുവാൻ തക്കവണ്ണം, പുതിയ സുവിശേഷം ഗ്രഹിക്കുവാൻ തക്കവണ്ണം സജ്ജമായ ഒരു മനസ്സിൻ്റെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ സുവിശേഷം സ്വീകരിക്കുവാൻ വ്യക്തമായ കാഴ്ചപ്പാടും ബോധ്യം ഉണ്ടാകുവാനായിട്ട് അതിൻ്റെ ആഴമായ അതിൻ്റെ ആന്തരികമായ ആഴങ്ങളിലേക്ക് പറഞ്ഞതുകൊണ്ട് ഒരു വ്യക്തത മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ മനസ്സിലാക്കുമ്പോൾ സാധിക്കുന്ന ആത്മാവിനെ തീർച്ചയായിട്ടും സ്വീകരിക്കാൻ തക്കുന്ന ഹൃദയങ്ങളെ ഒരുങ്ങുന്നത് മാത്രമേ നമുക്ക് ആത്മാവ് സ്വീകരിക്കുവാനായിട്ട് കഴിയും. അതുപോലെ എല്ലാ 10 കൽപ്പനകളും ഒറ്റക്കെട്ടുകളിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചവരെന്നും പരസ്പരം സ്നേഹിക്കുന്നതാണ്. ഇതൊരു വലിയ സുവിശേഷം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതാണ് സുവിശേഷം എന്ന് വ്യക്തമായി മനസ്സിലാക്കുമ്പോഴാണ് ഈ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. സർവശിക്ഷകളോട് സുവിശേഷം പ്രഘോഷിക്കുന്നത്. അതുപോലെ തന്നെ 1999 ചിറ്റൂർ വെച്ച് പങ്കെടുക്കുന്നുണ്ട്. അന്ന് എനിക്ക് വലിയൊരു ഉൾക്കാഴ്ചയാണ് സ്വീകരിച്ചത്. പക്ഷക്കാരനാണ് നിന്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് വ്യക്തമായി അതേറെ പക്ഷക്കാരന്മാരെക്കുറിച്ച് കാഴ്ചപ്പാട് ബോധിന് വെട്ടുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഉള്ളിൽ വസിക്കുന്ന പക്ഷക്കാരനാണ് SK 36 ഉത്സവിച്ചു. അതുപോലെ ദിവസവും ഈ ദിവസവും പുത്തൻ കാഴ്ചകളും ബോധ്യങ്ങളും യേശുവിൻ്റെ നമുക്ക് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പ്രവേശനയാണ് ഈ പരിശുദ്ധ സുവിശേഷം എല്ലാം വിശദീകരിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പിന്നെ ഉൾക്കാഴ്ചകൾ ബോധ്യം നൽകുവാൻ സഹായിച്ച ലേഖനങ്ങൾ പോലെ ഇതിന് പുതിയ വെളിച്ചം നൽകുവാനായിട്ട് പുതിയ കാഴ്ചപ്പാടുകളുടെ മുമ്പ് തന്നെ എൻ്റെ വ്യാഖ്യാനങ്ങൾ നൽകുന്നത് തീർച്ചയായിട്ടും തോമസ് സഹായിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കിപ്പോൾ ഉള്ളിൽ തന്നെ വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിന് ഒരുക്കമായിട്ട് നമുക്ക് ഗാനം ആലപിച്ച് തയ്യാറാക്കാം.